ഹായ്, എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ഇന്ന് ഞാൻ ഒരു ഫിഷ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫിഷ്, കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ടൊരു ഫിഷ് വെച്ചിട്ടൊരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോൾ കോട്ടയംകാരുടെ ഒരു ഫേവറേറ്റ് ആയ ഐറ്റമായ ഫിഷ് മോളിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളിയാണ് വളരെ ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മൾ നിറയെ പേര് സവാള വെച്ചും ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 എണ്ണം. പിന്നെ ഇത്തിരി പച്ചമുളക്, ഒരു 3 ഏലക്ക, കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടാതെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഈ നെയ്മീനിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും കൂടെ കൂട്ടി വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നതാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് കുടംപുളി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു മുഴുത്ത ടൊമാറ്റോ ആയിരുന്നു ഇത്, ആ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഉലുവ ആവശ്യമുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ നമ്മളുടെ തേങ്ങാപ്പാൽ, ഇത് 1-ാം പാലാണ്, ഏറ്റവും കട്ടിയുള്ള പാല്. ഇത് നമ്മൾ കുറച്ച് 2-ാം പാൽ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്. ഇത്ര ഐറ്റംസാണ് ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഫിഷ് മോളി ആക്കിയെടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അല്പം എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഫിഷ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ, നമ്മൾ നോർമൽ ഫ്രൈ പോലെ വേഗമൊന്നും വേണ്ട, ജസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഞാൻ ഈ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ ഫിഷ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് വെന്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞാനിപ്പോൾ നമ്മൾ ഈ ഫിഷ് ചെയ്ത പോലെ തന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഞാൻ നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ടൊമാറ്റോസും റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഇടുക. ആ ഏലക്ക ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് അല്പം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത്രയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നു. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാവരും മിക്സ് ആക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും സവോളയ്ക്കകത്താണ് കേട്ടോ കൂടുതൽ ആൾക്കാരും ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ചെറിയ ഉള്ളി ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ, നമ്മളെപ്പോഴും ഫിഷൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി ചെയ്യുന്നതാണല്ലോ നല്ലത്, അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വഴറ്റുന്നുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട് ഉള്ളിയുടെ. ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ കറി അങ്ങനെ ഭയങ്കര സ്പൈസി ഒന്നുമല്ല കേട്ടോ. കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട്
ആ മഞ്ഞളിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല്, തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് നമുക്ക് വെള്ളത്തിലും വേവിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചും ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. നിങ്ങൾക്കിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളമോ ഒഴിച്ചു കൊടുത്തോണം. ഓരോരുത്തരുടെയും തിക്നെസ് അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കണം. അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച ശേഷം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫിഷിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫിഷ് ഇട്ട ശേഷം പിന്നെ തവി വെച്ച് ഇളക്കരുത്. എന്ന് വെച്ചാൽ ഫിഷ് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ചട്ടി കറക്കിയാണ്. ഇനി നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കും. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഈ ഫിഷ് വെന്ത് വരേണ്ടത്. എന്തായാലും തുറന്ന് നോക്കാം. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, തവിയിട്ട് ഇളക്കരുത്. ഇങ്ങനെ ചുറ്റിച്ചാണ് ഇത് നമ്മൾ ഫിഷ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു പകുതി വേഗമായിട്ടുണ്ട്. ആ സമയം നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഉണ്ടല്ലോ, ആ ടൊമാറ്റോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റും ചേർക്കാം, പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെയെല്ലാം ഉണ്ടാക്കി നോക്കി, പ്ലെയിൻ ആയിട്ടും ചെയ്ത് നോക്കി. പക്ഷെ അന്നേരം ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഫിഷ് വേകുന്ന വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഫിഷ് കറി എന്തായെന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല തിളയെല്ലാം വന്ന് കുറച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഫിഷ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ ഫിഷും വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട. ആ തിള വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഒന്നും കൂടി. അതായത് തേങ്ങാപ്പാൽ എല്ലായിടത്തും എത്തുന്ന വേണ്ടി ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അടച്ചു വെക്കുകയാണ്. വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ അത് ചെറുതായിട്ട് തിളയെല്ലാം വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വേറെ കടുക് വറുത്തിടും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇതിന്. അതിനുശേഷം ഇതിനെ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ സമയം നിങ്ങൾ ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നമ്മളുടെ കുടംപുളിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലിൽ വേവിച്ചായതുകൊണ്ട് അതിൻ്റേതായത് കുറച്ചും കൂടെ വേണമെങ്കിൽ വാട്ടറി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടെ കുറുക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഉള്ളിയുടെയും എല്ലാം മണം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ടോ നമ്മൾ ടൊമാറ്റോ എല്ലാം ഗ്രില്ല് ചെയ്തിട്ടപ്പം ഒരു പ്രത്യേക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് അതെല്ലാം കൂടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ നല്ല ചൂട് ഇടിയപ്പമാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഫിഷ് മോളി എന്ന് പറയുന്നത് അപ്പത്തിലൂടെ കഴിക്കാം, ഇടിയപ്പം, അങ്ങനെ ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം. സ്പൈസി അല്ലാത്തതുകൊണ്ട് നമുക്ക് മസാല ചോറിൻ്റെ കൂടെ അത്ര നല്ലതായിട്ട് തോന്നില്ല. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എല്ലാം സൂപ്പർ, പൊറോട്ട എല്ലാം സൂപ്പർ കോമ്പിനേഷനാണ്. കണ്ടോ നല്ല ഭംഗിയാണ്. കുടംപുളി ഇടുമ്പോൾ നമ്മൾ സാധാരണ ശരിക്കൊരു നമ്മൾ സ്റ്റൂ ഒക്കെ ചെയ്യത്തില്ല, ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുടംപുളി നമ്മൾ ഇടാറില്ലല്ലോ. കുടംപുളി ഇടുമ്പോഴാണ് ഫിഷിന് എപ്പോഴും കുടംപുളി ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കുടംപുളിക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ചുമന്ന കറി വെക്കുമ്പോൾ ചുമന്ന രീതിയിൽ വെക്കുമ്പോഴും കുടംപുളി ഇട്ടാണ് ചെയ്യുന്നത്. ചിലർ പുളി ഇടാറുണ്ട്, എന്നാലും ചുമന്ന പുളി അല്ല നമ്മുടെ കുടംപുളി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ. എനിക്ക് കഴിക്കാൻ പറ്റില്ല, എന്നാലും നല്ല മണം വരുന്നുണ്ട് ആ തേങ്ങാപ്പാലിൻ്റെ എല്ലാം.
തേങ്ങയുടെയും പുളിയുടെയും എല്ലാം കൂടെ ഒരു മണം കിട്ടുമല്ലോ എന്തായാലും നമുക്ക്. നല്ല സൂപ്പർ ടേസ്റ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ രഞ്ജീഷേട്ടന് കഴിക്കാൻ കൊടുക്കാം നമുക്കിത്. പിന്നെ എന്താ, അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാവരും പറഞ്ഞു തരണം കേട്ടോ. എനിക്കിപ്പോൾ കുറേ പേര് പറഞ്ഞു തരാറുണ്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം. ഞാൻ ഓരോ പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അത് റെക്ടിഫൈ ചെയ്താണ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇനിയൊരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ ബൈ.